രഞ്ജിത്തിനെ കണ്ടിട്ടുണ്ട്, സാറിനോട് കിട്ടുന്നുണ്ട്, അത്ര ഓർമ്മ വരുന്നില്ല കേട്ടോ. എൻ്റെ പേര് സതീദേവി. ഞാനിവിടെ അങ്കമാലി, ഇവിടുന്ന് നേരെ പോകുമ്പോൾ അത്താണി, അതായത് എയർപോർട്ട് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ അത്താണി സ്റ്റോപ്പാണത്. അവിടെയാണ് താമസിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇങ്ങനെ ഒരു മുഹൂർത്തത്തിൽ എനിക്കും പങ്കുചേരാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. ഒരുപാട് കാലത്തെ ഒരു ഡ്രീമായിരുന്നു ആലുവയിലൊക്കെ ഒരു ഷോപ്പ് വന്നിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് പെരുമ്പാവൂർ ഷോപ്പിൽ നിന്നാണ്. ഇപ്പം ഞാനൊക്കെ വരുന്ന സമയത്ത് ഒരു 4 വർഷമായിട്ട് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട്, ഈ 4 വർഷത്തിന് ആ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ അത്താണിയിലാണ് താമസിക്കുന്നതെങ്കിലും പെരുമ്പാവൂർ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് ആഗ്രഹിച്ചിട്ട് നടന്നിട്ടില്ല. അന്ന് ഷോപ്പില്ല അന്ന് ആ കാലഘട്ടത്തിൽ. പിന്നീട് കോതമംഗലത്താണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള സ്ഥലം, വീണ്ടും എറണാകുളം ഷോപ്പ്, അങ്ങനെ മാറി മാറി ഓരോ സ്ഥലത്തേക്കൂടെ പർച്ചേസ് ചെയ്യാറുള്ളത്. ഇന്നെനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഞാൻ 17 വർഷമായിട്ട് ഇൻഷുറൻസ് ഫീൽഡിൽ ഉള്ള ഒരാളാണ്. ഇന്ന് 4 വർഷമായിട്ട് ഈ ബിസിനസ് വളരെ മനോഹരമായിട്ട് നന്നായിട്ട് തന്നെ ചെയ്തു വരുന്നു. എന്നെ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്തത് ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഗ്രേറ്റ് ലീഡർ, യങ് ആയിട്ടുള്ള കപ്പിൾസ്, യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ നിജു ആൻഡ് സൗമ്യ ഫാമിലിയാണ്. അതോടൊപ്പം തന്നെ ഈ ബിസിനസ്സിൽ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എല്ലാവർക്കും അറിയാം, നമുക്ക് ഇവിടെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ബിസിനസ്സിൽ ഉയരങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നെ ഈ ബിസിനസ്സിൽ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും അറിയും, കേരളത്തിലെ ഗ്രേറ്റ് ലീഡർ സുരേഷ് കുമാർ സാർ, യൂണിവേഴ്സൽ ക്രൈം ഡയറക്ടർ, കോതമംഗലം. ഇൻഷുറൻസ് ഫീൽഡിൽ നിന്ന് എന്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്നു എന്നൊക്കെ പലരുടെയും പക്ഷത്തു നിന്നൊക്കെ എനിക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ ഏത് ബിസിനസ് ഒരുപാട് മേഖലയിൽ കൂടെയൊക്കെ ഞാൻ പോന്നിട്ടുണ്ട് ഈ പ്രായത്തിനിടയ്ക്ക്. ടൈലറിങ് പോയിട്ടുണ്ട്, നഴ്സറി ടീച്ചറായിരുന്നു, ബ്യൂട്ടീഷ്യനായിരുന്നു, അതോടൊപ്പം തന്നെ LIC ഏജൻ്റായി, സ്റ്റാർ ഹെൽത്ത്, ന്യൂ ഇന്ത്യ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇൻഷുറൻസ് ഫീൽഡിൽ ഒരു 13 വർഷമായപ്പോഴേക്കും എനിക്കൊരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആളുകളെ ഫേസ് ചെയ്യുമ്പോൾ അവരുടെ പൈസ പോകുന്ന പ്രശ്നങ്ങളുണ്ട്, പൈസ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് സ്റ്റോപ്പായി പോണവരുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ പിന്നീട് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ആരുടെയും 1 രൂപ പോലും നഷ്ടപ്പെടുന്നില്ല, 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് വഴി നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, 3 തരത്തിലുള്ള ഇൻകം നമുക്കുണ്ട്. ഇനി ഒരു കസ്റ്റമറാണ് അതല്ല അല്ലേ, അതുപോലെ തന്നെ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വന്ന് ഓരോ ലെവൽ അച്ചീവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 9 ടൈപ്പിലുള്ള ഇൻകമായിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇതിൽ നമുക്ക് 9 ടൈപ്പ് ഇൻകം പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ, പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് തോന്നുന്ന ഒരു കാര്യം ഇത് നടപ്പിലാകുന്ന ഒരു കാര്യമാണോ എന്നാണ്. കാരണം ഇപ്പം ഇവിടെ പറഞ്ഞു, കുറേ പരിചയപ്പെടുത്തി രഞ്ജിത്ത് സാറ് വിദേശ രാജ്യത്ത് പോകാം. ഞാൻ ഈ പ്ലാൻ കേട്ട സമയത്ത് സുരേഷ് കുമാർ സാർ പറഞ്ഞപ്പോൾ വിദേശ രാജ്യത്ത് പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അത് എനിക്ക് നടപ്പിലാക്കണം. ഇന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ പ്രായം വളരെ എങ്ങാന്നിവിടെ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, എൻ്റെ ഹസ്ബൻഡ് വിദേശത്തുണ്ടെങ്കിൽ എനിക്ക് വിദേശ രാജ്യങ്ങൾ കാണാൻ പറ്റുള്ളൂ അല്ലേ, അല്ലെങ്കിൽ എൻ്റെ മകൻ വിദേശത്തുണ്ടായിരിക്കണം. മകൻ വിദേശത്തുണ്ടെങ്കിലും നമുക്ക് പോകാനുള്ള ഒരു ചാൻസ് വരുന്നത് എപ്പോഴാണെന്നുള്ള ലേഡീസിനൊക്കെ മനസ്സിലാവും അത് എപ്പോഴാണെന്നുള്ളത്. അപ്പോഴും നമുക്ക് സന്ദർശനം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കമ്പനിയുടെ കൂടെ എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. എൻ്റെ ഡ്രീം തന്നെ വിദേശ രാജ്യങ്ങളിൽ പോകണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ മലേഷ്യയിൽ നമ്മുടെ ക്രൂയിസ് ട്രിപ്പിൽ പങ്കെടുത്ത ആളാണ്. ഞങ്ങൾക്ക് ഫുക്കറ്റ് എന്നീ രാജ്യങ്ങൾ അന്ന് സന്ദർശിക്കാൻ ഇവിടെ കൂടി സാധിച്ചു. ഈ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നെനിക്ക് ഓർമ്മയില്ല. എന്തായാലും എൻ്റെ ജൂനിയേഴ്സിന് 2 പേരെ ഞാൻ മുങ്ങി. അതെനിക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം ഞാൻ പോയപ്പോൾ ഒരാളെങ്കിലും എൻ്റെ കൂടെ വേണമെന്നായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം എനിക്ക് സത്യത്തിൽ എനിക്ക് വിഷമമായിരുന്നു. കാരണം എൻ്റെ കൂടെയുള്ള കുറേ ലീഡേഴ്സിനെയും കൂടെ എനിക്ക് പങ്കെടുപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ എനിക്ക് അവിടെ വെച്ചുണ്ടായി. ഞാൻ എന്നിട്ട് അവിടെ നിന്നുകൊണ്ടൊക്കെ അവരെയൊക്കെ ഫോൺ വിളിച്ച് സന്തോഷം പങ്കിട്ടു. ഞങ്ങൾ പോയതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനും ഒക്കെ സത്യത്തിലൊരു സന്തോഷം ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു വിഷമവും. അവരെയും കൂടെ പങ്കെടുപ്പിക്കാൻ സാധിച്ചില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ അച്ചീവ് ചെയ്തതൊക്കെ. അതുകൊണ്ടാണ് നെക്സ്റ്റ് യാത്ര നോക്കിയിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈജിപ്തിന് പോകാനായിരുന്നു നമുക്ക് ഈ ഓഗസ്റ്റിൽ ഒരു അവസരം ഉണ്ടായിരുന്നത്. അത് അറിയാലോ, കോവിഡ് വന്നതുകൊണ്ട് പോകാൻ പറ്റിയില്ല. സാറ് പറഞ്ഞ പോലെ നമുക്ക് അടുത്ത ഫെബ്രുവരിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു യാത്രയാകാം. അപ്പോൾ വളരെ സന്തോഷം.
സന്തോഷം. ഇനി ഒന്നാമത്തെ കാര്യം, ഞാൻ വിദേശ യാത്ര ഞാൻ ആഗ്രഹിച്ചതാണെങ്കിൽ എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയത് ഒരു കാറ് തന്നെയാണ് കേട്ടോ. കാർ ഫണ്ടിലൂടെ എനിക്കൊരു കാറ്, ചെറിയ കാറ് മേടിക്കാൻ ആദ്യം പറ്റുള്ളൂ. സെലേരിയ എന്ന് പറഞ്ഞ ഒരു ചെറിയ കാറ് കാർ ഫണ്ടിലൂടെ എടുക്കാൻ സാധിച്ചു. ഞാൻ ആ കാർ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞില്ല എൻ്റെ ജൂനിയറിന് ഒരു കാർ എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് അടുത്ത ജൂനിയറിന് വീണ്ടും കിട്ടിയൊരു കാറ്, പിന്നത്തെ ആൾക്കും കിട്ടിയൊരു കാറ്. അങ്ങനെ ഇപ്പൊ എൻ്റെ ഗ്രൂപ്പിൽ 6 പേര് 7 കാറ് മേടിച്ച അവസ്ഥയിലാണ്. ഞാനും എൻ്റെ സെക്കൻഡ് കാർ പർച്ചേസ് ചെയ്തു. ഇപ്പൊ വളരെ സന്തോഷത്തിലാണ്. എന്നെക്കാളുപരി ആ സന്തോഷം പങ്കിടുന്നത് എൻ്റെ മകനാണ്. കാരണം എക്കോസ്പോർട്ട് 13 ലക്ഷത്തിൻ്റെ വണ്ടിയാണ് ഇപ്പൊ രണ്ടാമത്തെ കഴിഞ്ഞു. ഞാൻ എക്കോസ്പോർട്ട് എടുത്തപ്പോൾ ഞാൻ വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഒരു ജൂനിയർ കയറിയിട്ട് അതേ കളർ തന്നെ ഒരു വണ്ടിയുടെ എക്കോസ്പോർട്ട് തന്നെ പർച്ചേസ് ചെയ്തു. അതാണ് താര സുരേഷ്, ക്രൗൺ ഡയറക്ടർ. എൻ്റെ ജൂനിയർ ലിഷാ ചന്ദ്രൻ ക്രൗൺ ഡയറക്ടർ. അതിൻ്റെ താഴെയുള്ള ഒരാളും ക്രൗൺ ഡയറക്ടറാണ്, താര സുരേഷ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പെരുമ്പാവൂർ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഷാജിൻ കണ്ടത്തിൽ ക്രൗൺ ഡയറക്ടർ, അവരുടെ സീനിയർ ജൂലി സെബാസ്റ്റ്യൻ ക്രൗൺ ഡയറക്ടർ. ഇവരെയൊക്കെ ക്രൗൺ ഡയറക്ടർമാരൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഡ്രീംസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നത്. അപ്പോൾ സാറിവിടെ പറഞ്ഞു അല്ലേ, ആ ഡ്രീം മറ്റുള്ളവരെ ഹെൽപ്പിംഗ് അതേഴ്സ് അല്ലേ, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഇത് പറയുമ്പോൾ എനിക്കിപ്പോൾ കാറ് കിട്ടുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ സ്വന്തക്കാരും പലരും, അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൽ പലരും, ഞാൻ ടൈലറിംഗ് ഷോപ്പ് നടത്തിക്കുന്ന വ്യക്തിയാണ്. അവിടേക്കുള്ള ടൈലറിംഗ് ഷോപ്പിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കും, കാറൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ഒന്നൊരു ഷോപ്പൊക്കെ ഇട്ടിട്ട് പോയി ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഒരുപാട് സോപ്പ് പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും വകവച്ചില്ല. ഞാനിവിടെ കണ്ട ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് അതിമനോഹരമായിട്ടുള്ള വലിയൊരു ബിസിനസ് ശൃംഖല നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത് മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ ഇന്നുള്ള ഒരു ഇതാണ്. അപ്പൊ കാറ് മേടിച്ചോണ്ട് ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. എനിക്കൊരു വാശിയായിരുന്നു അത്. കാണിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലേഡീസ്, ജെൻസ് എല്ലാവരും നല്ല ഇതാണ്. ലേഡീസിനും വീട്ടിൽ നിന്നുള്ള സാഹചര്യങ്ങൾ ഒത്തിരി അനുകൂലമായിരിക്കില്ല. എപ്പോഴും ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ, കൂടെയൊന്നും വരില്ല. ആളൊരു പെൻഷനറാണ്, ട്രാൻസ്പോർട്ടിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു, പെൻഷനറാണ്. അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ അദ്ദേഹം സഞ്ചരിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് സപ്പോർട്ടുണ്ട്. അപ്പം ഞാനിങ്ങ് പോരുമ്പോഴേ എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിലേ പോരാൻ പറ്റുള്ളൂ. അപ്പം ലേഡീസിന് എന്താ, എല്ലാം തികഞ്ഞവരാണ് ലേഡീസ്. എല്ലാ കാര്യങ്ങളും എല്ലാം നന്നായിട്ട് അറിയാവുന്നവരും എല്ലാം ചെയ്യാൻ അറിയാവുന്നവരും ലേഡീസ് തന്നെയാണ്. കാരണം ഒരേ സമയത്ത് തന്നെ ഞങ്ങൾ ദോശ ചുടുകയാണെങ്കിൽ ഞങ്ങൾ ഫോൺ വിളിച്ചിരിക്കും, ചമ്മന്തി അടിച്ചാലും ഫോൺ വിളിക്കും, ഞങ്ങൾ കുറേ ജോലികൾ ഒരുമിച്ച് ചെയ്യും. പക്ഷേ ലേഡീസിന് ഒരു ചെറിയ കുറവുണ്ട്. അതെന്താന്ന് ഞാൻ അടക്കമുള്ളവർ പറയാം. കാരണം ഞങ്ങളുടെ കഴിവ് ഞങ്ങൾ മനസ്സിലാക്കാറില്ല. അതാണ് ഞങ്ങൾക്കുള്ള കുറവ്. സ്വന്തം കഴിവ് ലേഡീസിന് മനസ്സിലാക്കാൻ പറ്റാറില്ല. എനിക്കത് പറ്റില്ല എന്ന് ഞാൻ മാറിപ്പോകും. പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ ലേഡീസിനോടും പറയുകയാണ്, നമ്മളുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. നമ്മൾ നമ്മുടെ വീടിന്റെ അഭിമാനമായിട്ട് മാറണം. നമ്മുടെ ഭർത്താവിന്, നമ്മുടെ മക്കൾക്ക് എല്ലാം ഒരു അഭിമാനമായിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. കാലഘട്ടത്തിനനുസരിച്ചുള്ള ഈ ബിസിനസ് വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പ്രോഡക്റ്റുകൾ എടുത്തു നോക്കി അറിയാം, ഈ പ്രോഡക്റ്റിൽ 90% ഞങ്ങൾക്കുള്ളതാണ് അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ വന്നിരിക്കുന്ന നാച്ചുറൽസ് വരെ എന്തുമാത്രം ക്രീം ഐറ്റംസ് ഒക്കെ നമുക്ക് വേണ്ടി വന്നിരിക്കുന്നു. ആ പ്രോഡക്റ്റുകൾ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന റിസൾട്ടുകൾ. ഇന്നിപ്പം നേരത്തെ ആ ചാനലുകാർ പ്രോഡക്റ്റിനെ പറ്റി ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർ ആ പ്രോഡക്റ്റിനെ പറ്റി തന്നെ പറയാനാണ് പറഞ്ഞത്. അപ്പം അതേപോലെയുള്ള ഒരവസ്ഥ നമുക്കിവിടെ ഉണ്ട്. വളരെ നന്നായിട്ട് ചെയ്താൽ രഞ്ജിത്ത് സാർ പറഞ്ഞതുപോലെ നമുക്ക് ഈ ബിസിനസ്സിനോട് എല്ലാം നമുക്ക് തികഞ്ഞതായിട്ട് മാറാനായിട്ട് പറ്റും. ടൈം ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻകം, പാസീവ് ഇൻകത്തിനെ പറ്റി പറഞ്ഞപ്പോൾ മാഡത്തിൻ്റെ പേര് പറഞ്ഞു. ഈ കൊറോണ കാലഘട്ടത്തിൽ, കോവിഡ് എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ മാർച്ച് 15-ാം തീയതി തൊട്ട് ഞാൻ ബിസിനസ്സിന് ഇറങ്ങിയ ആളല്ല. ഇപ്പോഴൊക്കെയാണ് ജനുവരിയൊക്കെ ആയി പിന്നെ ഇറങ്ങി തുടങ്ങുമ്പോൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യും. ആ സമയത്ത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കോൺഫറൻസ് കോളും മീറ്റിങ്ങും എല്ലാം കൂടിയാണ് ഞാൻ ഇന്നൊരു യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ഞാനിത് യൂണിവേഴ്സൽ ആകുന്ന സമയത്താണ് അറിയണേ, അച്ചീവ് ചെയ്തപ്പോഴാണ് അറിയണത് കേരളത്തിലെ ആദ്യത്തെ വനിത ഞാനാണെന്ന് അറിയുന്നത്. എനിക്കത് വളരെ സന്തോഷം തോന്നി. കാരണം ഇപ്പൊ എല്ലാ കുട്ടികളും ചിലപ്പോൾ ആദ്യത്തെ എന്ന് പറയാനായിട്ട് ഇനി വേറെ ആ സ്ഥാനം കൊടുക്കില്ല എന്തായാലും. അപ്പൊ അതൊരു വലിയ സന്തോഷം തന്നെയായി. ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്, അറിഞ്ഞില്ലായിരുന്നു തോന്നുന്നത്. ഞാൻ വിചാരിച്ച വേറെ പാലക്കാടോ അല്ലെങ്കിൽ വയനാടോ അവിടെയൊക്കെ കുറെ ആൾക്കാരെ ഉണ്ട്, കേരളത്തിൽ ഒരു യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അവർ ആദ്യത്തെയായിട്ട് പോയി. അപ്പൊ ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോ ആളുകളും ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഈ ഷോപ്പിനുണ്ടാകും.
എൻ്റെ തന്നെ കുറേ ഗ്രൂപ്പുകളിവിടെ ഉണ്ട്. ഇനി മാത്രമല്ല എൻ്റെ താഴെയുള്ള ക്രൗഡ് ഡയറക്ടേഴ്സൊക്കെ ഇങ്ങോട്ടേക്ക് വരും. ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്തതാണ്, എന്നാലും കുറച്ച് പേരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഷോ കൂടെ സ്റ്റാർട്ട് ചെയ്തതിൽ. സാറിന് പ്രത്യേകം ഒരു കൺഗ്രാജുലേഷൻസ്. ഞങ്ങൾക്ക് ഇനി അങ്ങോട്ടൊക്കെ ആഴ്ചയിലൊരിക്കലൊക്കെ ഞങ്ങൾ ഒരു മീറ്റിംഗൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാകും. എല്ലാവിധ സപ്പോർട്ടും ഈ ഷോപ്പിന് ഞങ്ങളുടെ വശത്ത് നിന്ന് ഉണ്ടാകും. പ്രത്യേകിച്ചും ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷു താങ്ക് യു.